എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷനാണ്. മാർക്കോ സംഭവം ഒരു സാധനം കണ്ടു, തിരിഞ്ഞുപോയി, തലൊന്ന് കറങ്ങിയതാ, ആകെ തിരിഞ്ഞുപോയി. അത് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കറങ്ങിയതാന്ന്. പണ്ടേ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇമാതിരി സാധനങ്ങളും കൂടി കണ്ടു കഴിഞ്ഞാൽ റിലേ മൊത്തം പോയിക്കൊണ്ടിരിക്കുക. സത്യമായിട്ട് പറയാം, അതായത് മാർക്കോ സിനിമയുടെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടു ഞെട്ടി. എന്ത് സാധനമാണ് ഇതൊക്കെ? സത്യം, ഒരു മലയാള സിനിമ റിലീസ് ചെയ്യാൻ പോണു. അതിന്റെ ഓരോ ദിവസങ്ങളിലായിട്ട് 10 ദിവസം മുതൽ തുടങ്ങിയതാ. ഓരോ ദിവസങ്ങളിലായിട്ട് തരുന്ന ഓരോ പോസ്റ്ററുകളാണ് ഇതൊക്കെ എന്ന് ഓർക്കുമ്പോ. ശരിക്കും വന്നതില് കൂട്ടത്തിൽ താഴെ പോയത് ഇന്നലെ വന്നത് മാത്രമാണ്. ചെറുതായിട്ടൊരു കോപ്പി, അതെ, മറ്റുള്ളതിനകത്ത് നിന്ന് കണ്ടതായതുകൊണ്ട് ഒരു തോന്നല്. പക്ഷെ ക്വാളിറ്റി ഭീകരം തന്നെയായിരുന്നു. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, ശരിക്കും ഇതിന്റെ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നതിന് മുൻപേ ഈ സിനിമ ഒരു ഏപ്പടാണ്. അതുപോലെ തന്നെ ഈ പോസ്റ്ററൂടെ കാണിക്കുമ്പോൾ ഈ വീഡിയോയും വീഡിയോയായി മാറും. ശരിയല്ലേ? പിന്നെ തീർച്ചയായിട്ടും വാണിംഗ് കൊടുക്കണം. അത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 18 വയസ്സ് പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊന്നും വീഡിയോ കാണരുത് കേട്ടോ. ന്യൂസ് പറഞ്ഞു അല്ല, നിയമം അതാണ്. നിയമം ഫോട്ടോ ഇത് ജസ്റ്റ് ഞങ്ങള് ഇത് ഒറിജിനൽ അല്ല, ഇത് ജസ്റ്റ് വർക്ക് ചെയ്തതാ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവരിറക്കുന്ന ഓരോ പോസ്റ്ററിനും കൊടുക്കണം സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് വിളിച്ചിട്ട്. ഇത് പുറത്തിറങ്ങാൻ പാടില്ല, ഇത് അങ്ങനത്തെ ഓരോ പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കണം. എന്തായാലും പോസ്റ്റർ കാണാം. ഭീകര സാധനം കേട്ടോ. ഞാൻ ശരിക്കും കണ്ടിട്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് തലറിയി. ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ, ഒന്ന് നായകന്റെ കൈയും അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വില്ലന്റെ കൈയും ഇങ്ങനെ മേശയിൽ വെച്ചിരിക്കാന്ന് കരുതിയത്. പിന്നെയാണ് ഇതൊന്നുകൂടി സൂം ചെയ്ത് നോക്കുമ്പോഴാണ് എല്ലൊക്കെ പുറത്ത് വെക്കുന്നു. വെട്ടി പീസാക്കി സൈഡിലിട്ടതാണ്. 10:10 ടൈം വരെ ഉണ്ട്. നല്ല സമയം വാച്ചില്. അത് പിന്നെ ഓടിക്കൊണ്ടേ ഇരിക്കും. പിന്നെ അല്ലെങ്കിലും വെട്ടിയാലും ഇതെന്താ ഇതെന്താ സംഭവം? ഇവിടെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. അത് മറ്റേ ഇതല്ലേ, ലിക്കർ അങ്ങനെ കുടിക്കുന്ന അതിന് എന്തോ ഒരു പേര് പറയട്ടോ. ആ സാധനമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സിഗരറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും. എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. കണ്ടിട്ട് തലറങ്ങിടോ. ഇതെന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താടാ അല്ലേ, അല്ലേ, ഇതിൽ നിന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഉറപ്പിച്ചു. തിയേറ്ററിലേക്ക് നമ്മൾ പോകുമ്പോ ഒരു ആംബുലൻസ് വിളിച്ച് പോകാം. വേണ്ടി വരും. കാരണം ഇതാണ് തരുന്ന പോസ്റ്ററെങ്കിൽ സിനിമ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് നാളത്തത് എന്തായിരിക്കും? നാളെ അതായത് 1 day ഗോന്റെ വരുന്ന എന്തായിരിക്കും സാധനം കാണിക്കുവോ? ഞാൻ അങ്ങനെ ഞെട്ടിയിരിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെയല്ലേ ഞാനത് ചോദിച്ചത്. 3 ദിവസത്തിന്റെ ആ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഇന്നിനി എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും വന്നിട്ടുണ്ട് സാധനം. പിന്നെ ഇവരെന്താ അറിയോ, ഇവര് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തിയതാണ്, കൈയാക്കിയതേ. ശരിക്കും 2 കണ്ണ് കുത്തിയെടുത്തിട്ട് വെക്കും ഇവരെ സ്വഭാവം വെച്ചിട്ടേ. നാളെ മിക്കവാറും ഒരു ഒറ്റക്കണ്ണന്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും. ഒരു കണ്ണേ ഉണ്ടാവും, ഒരു കണ്ണിന് വലിയൊരു തുളയായിരിക്കും. എന്നിട്ട് 1 day ago എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടപ്പോഴേ കമന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകാന്നുള്ളത്. ഓക്കെ, എന്തായാലും ഇതിനും താഴെ ഇതെന്തായാലും ഭീകരമായിട്ടുള്ള കുറേ കമന്റ്സ് ഉണ്ടാവുകയും. കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ വയലന്റ് സീനുകൾ കൊണ്ട് നിറഞ്ഞതാണ് മാർക്കോ എന്ന സിനിമ. മാർക്കോ ഈസ് മോസ്റ്റ് ക്രൂവലസ്റ്റ് ആൻഡ് വയലന്റ് മൂവി എവർ മെയ്ഡ് ഇൻ വേൾഡ് സിനിമ. ഇത് നമ്മളൊരു ആശ്ചര്യം അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് പറയുന്നതാണെങ്കിലും സംഭവം നമ്മൾ ഒരുപാട് സിനിമ, വയലൻസ് ഉള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി 2 പീസാക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. റോങ് ടേൺ ഒക്കെ ഫുൾ അങ്ങനെ തന്നെ. ഇംഗ്ലീഷ് സിനിമകൾ കുറെ അങ്ങനത്തെ വയലന്റ് സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ പേഴ്സണലി പറയാം, എനിക്കതൊന്നും കണ്ടിട്ട് ഒരു ചുക്കും തോന്നിയില്ല. എന്താ ഇങ്ങനെ എന്ന് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് കോമഡി ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അത് ചിലതൊക്കെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ കുട്ടികളോട് ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഭയങ്കരമായിട്ട് കുറച്ചും കൂടി പേഴ്സണലായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ക്രൂവലാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതുകൊണ്ട് ക്രൂവലായി ഇങ്ങനെ എല്ലാരും പറയുന്നത് ഇത് ക്രൂവലാണ് എന്നുള്ളത്.
അതല്ലാതെ വയലൻസ് ഭയങ്കര വയലൻസ് ഉള്ള ഇഷ്ടം പോലെ സിനിമകളുണ്ട്. അതിന്റെ അടുത്തെത്തൂല എന്തായാലും. അതെ, അത് നമുക്കും അറിയാം. പക്ഷേ പിന്നെ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം. മലയാള സിനിമയിൽ നിന്ന് ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു സാധനം ഈ വരാൻ പോകുന്നത് അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ലേ. അതിന്റെ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടാണ് ഈ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സിനിമ എന്തായിരിക്കും എന്നുള്ളത് അവിടെ നിൽക്കുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് കണ്ടു തന്നെ അറിയണം. എത്ര വരെ കണ്ടിരിക്കും എന്നുള്ളതാണ് അതിനകത്തെ ഒരു പോയിന്റ്. എന്തായാലും ഒരു കമന്റ്, ഭയങ്കര രസമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. നിവിൻ പോളിയുടെ കൈയാണോ ഉലക്ക ചെക്ക ചെക്കാന്ന് BGM കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിൽ വാച്ച് കിട്ടുന്ന ആളാണ് നിവിൻ പോളി. ആ സിനിമയിലും അങ്ങനെയാണ്. അതെ. അലേർട്ട്, എല്ലാവരും മൂവി കാണാൻ പോകുമ്പോ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ കരുതുക. വോമിറ്റിംഗ് വരുന്നു. അത് മിക്കവാറും ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഏറ്റവും ബാക്കിലെടുക്കാം. സത്യം. ഒരു കമന്റ്, ഒരു ദിവസം പാടെ ഉള്ളൂ എന്നതിന് മറ്റേത് മുറിച്ചു വെക്കുമോ എന്നറിയില്ല. സംഭവം മോസ്റ്റ് ക്രൂവലായിട്ടുള്ള, മോസ്റ്റ് വയലന്റ് ആയിട്ടുള്ള മൂവിന്റെ റിയാക്ഷൻ ആണ്. പക്ഷെ കോമഡി മാറി എന്താ. പക്ഷെ നാളെ പലതും പ്രതീക്ഷിക്കാട്ടോ. ഒരു കാല് അങ്ങനത്തെ ഒക്കെ പ്രതീക്ഷിക്കാം. ഒരു കോമഡി. ഭാഗ്യം 10 ദിവസം മുമ്പ് കൗണ്ട് ചെയ്യാത്തതെന്ന്. സത്യം. 10 ദിവസം മുന്നേ ചെയ്തായിരുന്നു അവര്. പക്ഷെ ഇത്രയും വലുതായിട്ടല്ല കൊടുത്തിരുന്നത്. ഈ രീതിയിൽ കൗണ്ട് ചെയ്യാത്തതെന്നായി. കാരണം പല ഭാഗങ്ങളും കാണേണ്ടി വരും. ഒരു മനുഷ്യ ശരീരത്തിന് എല്ലാ അവയവങ്ങളും നമ്മൾ കാണേണ്ടി വന്നതിന്. അയ്യോ, ഒരു കൈയല്ലേ ആ വെട്ടി മുറിച്ച് വെച്ചേക്കുന്നേ. ഒരു കൈയല്ല, 2 കൈയും വെട്ടി മുറിച്ചിട്ടേക്കോ. അല്ലേ, ചിലർ പറയുന്നുണ്ട് ഈ ഹൈപ്പ് റിയൽ അല്ല, ഇത് അവർ ക്രിയേറ്റ് ചെയ്തതാണ്, ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. എന്തൊരു മണ്ടത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് യൂട്യൂബ് എടുക്കുക, എന്നിട്ട് വലിയ സ്റ്റാറുകളുടെ, അതായത് നമ്മുടെ മമ്മൂക്ക, നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ ദുൽഖർ, പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന സ്റ്റാറുകൾ, ഇതാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 3 താരങ്ങൾ. ഇവരുടെ സിനിമകളുടെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളുടെ വീഡിയോ കിട്ടുന്ന റീച്ചാണ് മാർക്കോയ്ക്ക് ഇപ്പോൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് വെറുതെ ചിലപ്പോ അത് കൂടിയേക്കാവുന്നേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് കുറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ അറിഞ്ഞൂടെ ഈ സിനിമ എന്തുമാത്രം ഹൈപ്പിലാണ് പോകുന്നത് എന്നുള്ളത്. അല്ലാതെ ഇത് വെറുതെ ഫേക്ക് ഒന്നല്ല, ഒന്നും വേണ്ട. ഒരു പോസ്റ്റർ കൊണ്ട് ഹൈപ്പ് വാനോളം അതിങ്ങനെ കേറണം എന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടാക്കുന്ന സാധനം ഒന്നല്ലല്ലോ. അതെ, അത്രേ ഉള്ളൂ. പോസ്റ്റർ ഡിസൈനർ അവസ്ഥ. ഇതിന്റെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതിന്റെ എഡിറ്റർമാരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും, ഏറെ സീനുകള്. അപ്പോ എന്തായാലും കൊടൂര പോസ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ സർട്ടിഫൈഡ് വീഡിയോ ആണ്, റിയാക്ഷൻ ആണ് ഈ വന്നത്. യെസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ടീസർ റിയാക്ഷൻ അതിൽ പെടുത്തുവോ? ടീസർ റിയാക്ഷൻ വേണ്ട. ടീസർ റിയാക്ഷന്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അല്ലെ, ഇത്ര തോന്നിയിട്ടില്ലല്ലേ. അതിങ്ങനെ സ്പീഡ് പോവായതുകൊണ്ട് വല്ലാണ്ട് തോന്നിയില്ലായിരുന്നു. എന്താണെങ്കിലും ഇതിങ്ങനെ ഒരു ചളി വൈബിൽ പറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ പേടി നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യമായിട്ടും ഒരു മാസം ഇത് രാത്രി കിടന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം കാണാം. ഈ സിനിമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നേ മാർക്കോയൊക്കെ കൈ വെട്ടാൻ വരുന്നതും കാല് വെട്ടാൻ വരുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നത്തിൽ കാണും. കുറച്ച് ദിവസമായില്ലേ നമ്മള് സിനിമ കണ്ടിട്ട്? കുറച്ച് ദിവസം നല്ലൊരു ഗ്യാപ്പായി. 5-ാം തീയതി പോയതാ. 15 ദിവസത്തെ ഗ്യാപ്പാ. അതായത് 14 ദിവസത്തെ ഗ്യാപ്പാണ് നാളെ റൈഫിൾ ക്ലബിന് പോകുമ്പോൾ. ഈ 2 ഭ്രാന്തന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതായത് തിന്നുക അത് ഭയങ്കര ഭ്രാന്താണ്, അതുപോലെ തന്നെ സിനിമ കാണുക. ഇപ്പൊ തിന്നിനേക്കാളും പ്രാധാന്യം സിനിമ കാണുന്നതാണ്. തീറ്റേന്റെ കാര്യത്തില് ഇപ്പൊ ഡൗണായി കിടക്കുക. എന്താണെങ്കിലും സിനിമ അത് ശരിക്കും ഭയങ്കര മിസ് ചെയ്യും. അതെ, എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങൾ മുന്നേ. പിന്നെ വീണ്ടും സിനിമ കാണാൻ തുടങ്ങി ഇങ്ങനെ വന്നതാണ്. പക്ഷെ കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഫീൽ തന്നെ അവിടെ നിന്നാൽ മതിയായിരുന്നു. കണ്ടതെല്ലാം സൂക്ഷ്മദർശിനി മാത്രമേ ഉള്ളൂ അതിനകത്ത് വലിയൊരു നമുക്ക് ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റും. ബാക്കി എല്ലാത്തിന്റെ ഏകദേശം അമരനുണ്ട്. അമരൻ നല്ല പടങ്ങൾ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. എല്ലാ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. നാളത്തെ പോസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു. ആ ഒന്ന് എന്താണെന്ന് അറിയണം. നമ്മുടെ ശരീരത്തിൽ ഒന്ന് മാത്രമായിട്ട് തരുന്നത് എന്തെന്നുള്ള ഹൃദയവും അല്ല, ഒന്നെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാ 2 ഉണ്ട്. അതിനകത്ത് ഒന്ന് പോയി കഴിഞ്ഞാൽ
ഒന്നല്ലേ ഉണ്ടാവും. നോക്കാം ബൈ.